ഞാൻ ഇവിടുന്ന് പിടിവിട്ടാലോ എന്ന് ആലോചിക്കാം ചായ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകടാ, നീ സമാധാനമായിട്ടിരിക്കും. എടാ, നീ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ ജീവിതം എന്നാ കൂടാ? ഒന്നുമില്ലെന്നേ, എല്ലാം റെഡിയാവും. എടാ, അവന്മാരെന്നാ പറഞ്ഞിട്ടാടാ പോയത്? ഓ, എന്നാ പറയാനാ, വെള്ളിയാഴ്ച മുമ്പ് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ ഒരു രക്ഷ. എല്ലാ കുഴപ്പ നമുക്ക് വെറുതെടുത്ത് വെച്ച് കാണാവുന്നേ. വരട്ടെ, അല്ലാതെ പിന്നെ എന്നാ ചെയ്യാൻ? അതെ, എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നായിരുന്നു, നിങ്ങളൊന്ന് കേട്ടു നോക്കി. നിങ്ങൾ ചങ്കൂറ്റമുള്ള ഒരാളാണോ എങ്കിൽ ഈ ടാസ്കിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ യോഗ്യരാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞങ്ങൾ പറയുന്ന വീട്ടിൽ ഒരു രാത്രി അന്തി ഉറങ്ങണം. ഇതിൽ നിങ്ങൾ വിജയിച്ചാൽ 1,00,000 രൂപ നിങ്ങൾക്ക് സ്വന്തം. താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് വോയിസ് ഇടുക. അതോടുകൂടി നിങ്ങൾ ഈ മത്സരത്തിൽ മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞു. ഫസ്റ്റ്. എടാ, ഇതെന്തോ പുതിയ ഉടായിപ്പാ. ഇതുപോലത്തെ തട്ടിപ്പ് എത്ര എണ്ണ ഇവിടെയുണ്ട്, വേറെ പണിയൊന്നുമില്ലേ? ഇത് എപ്പോഴാടാ വന്നേ? ഓ, അത് രാവിലെ ഒരു 10:10. എടാ, ഈ 1,00,000 രൂപ കിട്ടുമോ? പോകുമ്പോഴേ നീ ഒരു കൊട്ടയം കൂടെ എടുത്തോണം. എന്നാന്നറിയോ, കാശ് അതിനകത്ത് ഇട്ടോണ്ട് വരാം. ഇതാരാ അയച്ചതെന്ന് നോക്കിക്കേ. അതേതോ ഒരു സാന്റാമിയാൽ എന്നാ കാണിക്കുന്നത് വാട്സപ്പ് നെയിം. എടാ, അവിടെ ഫോട്ടോ ഉണ്ടോന്ന് നോക്കി. ഇതിനകത്തൊരു ബ്രെയിന്റെ പടമാണല്ലോ കാണുന്നത്. ഇതേതോ ബുദ്ധിയുള്ളവന്റെ പരിപാടിയാ, നിന്നെ പോലുള്ള മണ്ടന്മാരെ കളിപ്പിക്കാൻ വേണ്ടി. ഇല്ലേ പിന്നെ നിന്നെ ഊമ്പിക്കാൻ തെരഞ്ഞെടുക്കുവോ അവര്? അങ്ങനെ പറയാൻ വരട്ടെ. 1,00,000 രൂപയാ കിട്ടുന്നത്. കിട്ടിയാലോ? ശരിയാ, കിട്ടിയാൽ ഒരു പകുതി പ്രശ്നം തീർന്നേനെ. ഏസ് കൊടുക്കടാ, നമുക്ക് നോക്കാവുന്നേ. എടാ, കിഡ്നിയും ലിവറും പോയിട്ട് 1,00,000 രൂപ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ കിഡ്നിയും പോവും, ലിവറും പോവും. എടാ, DP-യിലെ പടം കണ്ടോ? നിന്നെപ്പോലെ ഏതോ മണ്ടന്റെ തലച്ചോറിന്റെ എടുത്ത പടാ ആ DP കിടക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കിഡ്നി പോയാലും സാരം. എടാ, പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാടാ, അതിനൊരു വഴി ഉണ്ടടാ നമുക്ക്. നിങ്ങൾ കൊടുക്കോ 1,00,000 രൂപ? എന്റെ കാശുണ്ടായിരുന്നേ അന്നേരം ഞാൻ കൊടുക്കുകയല്ലടാ. നീ ഒന്നും നോക്കണ്ട, ഏസ് നമുക്ക് വോയിസ് ഇട്ടേ. എടാ, നീ ചുമ്മാ അവനെ എളികേറ്റാടാ. ആ ഫോണിൽ ചെന്നേ. വേണ്ടടാ. യെസ്. അതെ, കാശിന് കാശ് തന്നെ വേണം. അതില്ലാതെ തന്നെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ ഒരു ശാലം ചങ്കൂറ്റവും വേണം. വരുന്നെടുത്ത് വെച്ച് കാണാം. നീ എന്നാ പണിയാടാ കാണിച്ച്? ഓ നിങ്ങൾ ആ കേസ് വിട്. നമ്മുടെ ആ മാത്തച്ഛനോട് ചോദിച്ചാ കുറച്ച് പൈസ തരുമോ? പലിശ കൊടുക്കും. എടാ, ഞാൻ ഒരാളോട് പൈസ ചോദിച്ചിട്ടുണ്ട്. നീ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് 3-4 ദിവസത്തിനകം സംഘടിപ്പിക്കാം. അവിടെ മെസ്സേജ് വന്നു. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ കണ്ണപ്പൻ. മത്സരാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഈ തുക നിങ്ങളുടെ സമ്മാന തുകയിൽ ഉൾപ്പെടുത്തുന്നതല്ല. കണ്ടോ, വള്ളിയായി. അതൊന്നും കുഴപ്പമില്ല ചായ, എന്നാ വരുന്നത് നമുക്ക് നോക്കാലോ. ഏതായാലും ഞാൻ പിടിവിട്ടു. എന്നും പറഞ്ഞു ഒരു ആവശ്യമില്ലാത്ത കേസ്. ആണ്ടതേ, ഇത് കണ്ടോ, അക്കൗണ്ടിൽ 5,000 രൂപ കയറിയെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തട്ടിപ്പല്ല, നമുക്ക് പൊളിക്കാടാ. അച്ചായോ, കൂടെ നിന്നാക്കണം കേട്ടോ. പിന്നെ ചങ്കാട് ഞങ്ങളുണ്ട്. പെട്ടുപോയില്ലേ? ഏതായാലും എല്ലാത്തിനും കൃത്യമായി മെസ്സേജ് വരുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വീട്ടിൽ ബിസിലടിച്ചാൽ മതി. ഞങ്ങളെ വീടിന്റെ പരിസരത്ത് തന്നെ കാണും. അതിന് വിസിലടിക്കാൻ നിന്റെ കൈ പൊങ്ങിയിട്ട് വേണ്ടേ? അത്ര ഉള്ളതേ, ഒന്നിനെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് വേണോ കണ്ണപ്പാ? അച്ഛൻ അങ്ങനെ പറയരുത്. നിങ്ങളൊന്ന് ചുമ്മാരി, ധൈര്യം വേണം. കോപ്പ് ഞാൻ ചുമ്മാ പറഞ്ഞാടാ, ഞങ്ങള് നിന്റെ കൂടെ ഉണ്ട്. നിർത്തി ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. മൂന്ന് പേർ ഒരുമിച്ചുള്ള യാത്ര ഇവിടം വരെ മാത്രം. ഇനി അങ്ങോട്ട് കണ്ണപ്പൻ തനിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് വലത്തോട്ടുള്ള വഴിയെ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബ്രെയിൻ വാലി എന്നൊരു വീട് കാണാം. അവിടേക്കാണ് എത്തേണ്ടത്. നമ്മൾ 3 പേരുണ്ടെന്ന് അവൾക്ക് എങ്ങനെ മനസ്സിലായി? അതുമല്ല CCTV കണ്ടായിരിക്കുന്നത്. നീ ഇറങ്ങ്, 6 മണിക്കുള്ളിൽ അവിടെ ചെല്ലണ്ട, അല്ലെ സമയം പോവും. ഇവിടെ തന്നെ ആണല്ലോ അല്ലേ ഇറങ്ങാൻ പറഞ്ഞത്. ഏതായാലും ഇറങ്ങ്, സമയം കളയണ്ട. ഇവിടുന്ന് തന്നെ അല്ലേടാ വലത്തോട്ട് പോകേണ്ടത്? അതെ, ഇവിടെ തന്നെ. നീ മെസ്സേജ് എടുത്ത് ഒന്നുകൂടെ നോക്ക്, ഇവിടെ തന്നെ ആണോ? അതേന്നെ. അച്ചായ ഞാൻ എടാ, ഞാൻ മറ്റേ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസും വെള്ളവും എല്ലാം ഉണ്ടെന്നേ. ഓക്കെ. കണ്ടപ്പാ സൂക്ഷിക്കണടാ. അച്ചായ ഒന്നുമില്ലടാ, പോയിട്ട് വാ, ധൈര്യമായിട്ട് പോ. ശരിയെന്നാ, വന്നിട്ട് കാണാം. 10 മണി വരെ ഞങ്ങൾ നോക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, ബൈ. ഓക്കേടാ, ബൈ. ഒരു ആവശ്യമില്ലാത്ത കേസ്. അപ്പൊ പോയിച്ച് വരട്ടെ.
ഇപ്പോൾ സമയം 5:30. കൃത്യം 5:55 ഗേറ്റിനുള്ളിൽ പ്രവേശിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ടാസ്കിൽ നിന്നും പുറത്താകുന്നതാണ്. മത്സരത്തിന്റെ ആദ്യ ഗഡുവായ 50,000 രൂപ ബ്രെയിൻ വില്ലയുടെ ആദ്യ പടിക്കെട്ടിൽ വെച്ചിട്ടുണ്ടാവും. ബാക്കി തുക ടാസ്ക് പൂർത്തീകരിച്ചാൽ മാത്രം. ശ്ശോ, അവൻ പോയിട്ട് ഏതാണ്ട് പോലെ. ഹാ ഒന്നും ഇല്ലല്ലേ, ഇതൊക്കെ വലിയ വലിയ കമ്പനികളുടെ ഗെയിമാ. അതുകൊണ്ടല്ലേ അവന്റെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ വന്നത്. അതെ, നമുക്ക് വല്ലതും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വന്ന് കിടക്കാം. എന്തായാലും കുടിക്കാനും. എടാ, ഇന്നത് വേണ്ട, ഇന്ന് നമുക്കത് ഒഴിവാക്കാം. ആ ശരിയാ, വേണ്ട. സമയം 5:50. ഇനി 5 മിനിറ്റ് കൂടി മാത്രം. എത്രയും വേഗം ഗേറ്റിനുള്ളിൽ പ്രവേശിക്കുക. അയ്യോ, ഇനി നിങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധമുണ്ടാകുന്നത് രാവിലെ ഉണർന്നെണീറ്റാൽ മാത്രം. ശ്രദ്ധിക്കുക, ഉണർന്നെണീറ്റാൽ മാത്രം. ആ ഹലോ, ആടെ ഇവനാ ഇല്ല എവിടെ പോയി? ഇയാളിതോടെ പോയി. ആ ഇവിടെ ഇരിക്കോ? അച്ചാച്ചാ, ഈ ബ്രെയിൻ ഇല്ല, ഒന്നുമില്ല. ഇവരെന്നാ മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഏതാണ് ഈ ഐറ്റം? പേടിപ്പിക്കാനുള്ള പണിയാണോ? ഇതൊന്നും നമ്മുടെ അടുത്ത് നടക്കത്തില്ല. ആ ഇതന്നെ ബ്രെയിൻ വാലി. കാശ് ഇരിപ്പുണ്ട്. എന്തായാലും സാന്റാമിയാൽ വാക്ക് വലിച്ചു, ഞാനും വാക്ക് വലിക്കും. ഹലോ, ഹലോ, ഉണ്ടെങ്കിൽ മറുപടി പറയാം. അവസാനമായിട്ട് ചോദിക്കുക, ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ? ആരേലും ഉണ്ടേലും ഇല്ലല്ലോ, ഒരു കാര്യം പറയാം. നമ്മളൊരു അയ്യോപാവം കേസാ, നമ്മളെ ഉപദ്രവിക്കും. ഇത്തിരി സാമ്പത്തിക പ്രശ്നം ഉള്ളോട് വന്നതാ. രാവിലെ തന്നെ അങ്ങ് പൊക്കോളാം. എന്തായാലും 2 അടിച്ചിട്ട് മൂടായിട്ട് ഇരിക്കുക. ഇവിടെ ഇപ്പൊ കമ്പനിക്ക് ആരും ഇല്ലെന്നുള്ള കുറവേ ഉള്ളൂ. ഓ അല്ലേ, വേണ്ട. അച്ചായ, നമുക്കൊന്ന് ഉറങ്ങിയാലോ? എടാ, എനിക്ക് അവന്റെ കാര്യം ഓർത്തിട്ട് ഉറക്കം വരുന്നില്ലടാ. ഹാ അച്ചായൻ ധൈര്യമായിട്ടിരിക്കുന്നേ. ധൈര്യം ഇല്ലാണ്ടൊന്നുമല്ല, ഇതാ നമ്മുടെ ശീലം. ഒന്നുകൂടെ വിടാം. അത് പണിയാണല്ലോ. ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് അതൊരു ശരിയായ നടപടി അല്ലല്ലോ. ഹലോ, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. ഹലോ,
വേണേ താഴോട്ട് വന്നാ നമുക്ക് ഓരോന്ന് അടിച്ചോണ്ടിരിക്കാം. ഈ ഒളിച്ചുകളിലേക്ക് നമ്മൾ കുറെ കണ്ടതാ. നമ്മൾ എന്തിനും തയ്യാറാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരണം, അടിക്കുക. ആഹാ, ടച്ചിങ്സ് ഒന്നും ഇല്ലാതെയാണോ? അങ്ങനെ ഒരു പതിവൊന്നും നമുക്ക് ഇല്ലെന്നേ. ഞാൻ കണ്ടായിരുന്നു കയറി പോകുന്നത്. ഞാൻ അവിടെ ഒന്ന് നോക്കിയായിരുന്നു. ചേച്ചിയെ കണ്ടില്ല. ചേച്ചിയോ? അതിന് നീ എന്തിനാ അവിടെ വന്ന് നോക്കിയേ? അവിടെ വന്ന് നോക്കരുതെന്ന് എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല. ഓഹോ, മെസ്സേജ് വരാത്തതൊക്കെ നീ ചെയ്യുവോ? ആ, എനിക്കൊന്നും അറിയത്തില്ല. നീ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ഇവിടെ എങ്ങും ആരുമില്ലെന്ന് എന്നോട് പറഞ്ഞേ. അതിനിവിടെ ആരും ഇല്ലല്ലോ. അപ്പൊ നിങ്ങളോ? ഞാനല്ലല്ലോ. എങ്കിൽ ഞാനും അല്ല. പഴയകാല പ്രേത സിനിമയെ പോലെ വെള്ളയെടുപ്പിട്ട് വന്നേക്കുവാ പറ്റിക്കാൻ. എന്നാ പിന്നെ ആ നിഴലായെന്നുള്ള പാട്ട് കൂടെ പാടിയിട്ട് പോകും. ഞാനങ്ങോട്ട് കേറി വരട്ടാ. ചോര കുടിക്കുമെന്ന് അറിയാലാ. അത് പിന്നെ ഞാനേ അതിന് നിന്റെ ചോര ഓർക്ക് വേണം? നിറച്ച ആൽക്കഹോൾ അല്ലേ? വാ, നമുക്ക് താഴോട്ട് പോ. വാന്നേ, നമുക്ക് അവിടെ പോയി മില്ലം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. വാ, നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ഞാൻ ഒരെണ്ണം കൂടി അടിക്കുക. ശരി ശരി, ഉറങ്ങിപ്പോവരുത്. പെണ്ണേ, നീ എൻ കുന്തളിരല്ലേ? ഒന്നിച്ചിരിക്കാൻ വാ. പാട്ടി ഒളിഞ്ഞു നോക്കുന്നോ തേണ്ടികളെ? ആരാ ഇവിടെ? രണ്ട് യുവമിഥുനങ്ങൾ സല്ലപിക്കാൻ തുടങ്ങുമ്പോ ഒളിഞ്ഞു നോക്കുന്നുടാ പട്ടി. എഴുന്നേറ്റാടാ, ഏക്കടാ. നേരെ വിളിക്കടാ ചായ. എടാ ഒന്ന് ഏക്കടാ, എണീര്. നേരെ വിളിക്കടന്നേ. രാവിലെ പോയിട്ട് വല്ല കാര്യമുള്ളൂ? 10 മണിക്കല്ലേ നമ്മൾ ചെല്ലാന്ന് പറഞ്ഞേ. എടാ ഒരു സമാധാനവും ഇല്ല, നമുക്കങ്ങ് ചെല്ലാന്നേ. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ഒരു ടെൻഷൻ. ഞാനും വിളിച്ചു, കിട്ടുന്നില്ലെന്നേ. ആ കാണുന്ന വല്ലതും ആണോടാ? അങ്ങോട്ട് ചെല്ലട്ടേ, നോക്കാം. ആ നിർത്ത്. ഇതാ ബ്രെയിൻ വില്ല. ഇതൊരുമാതിരി വല്ലാത്ത സ്ഥലമാണല്ലോടാ. ഓ എന്നത്, ഇങ്ങോട്ട് ഇറങ്ങും.
ഇതിനെല്ലാം കുഴപ്പം, അടിപൊളി വീടല്ലേ. എനിക്കെന്തോ ഇതൊരു എണ്ണക്കേട് പോലെയാ തോന്നുന്നു. അച്ഛൻ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നെഗറ്റീവ് അല്ലടാ, ഒരാൾ താമസം ഉള്ളതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അകത്താളുണ്ട് കേട്ടോ. ഹലോ, എടാ കണ്ണപ്പാ, കണ്ണപ്പാ, എടാ കണ്ണപ്പാ, എടാ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല. അവൻ ഇവിടെ തന്നെയാണോ വന്നത്? ഇതാണേ ഇബ്രാഹിമില്ല. ഇനി അവനെ എവിടെയാ കാണുന്നേ? അതിപ്പോ നമുക്ക് നീ പോയി നോക്കാം. നോക്കടാ, അവിടെ പോയി നോക്കടാ. ഡാ കണ്ണപ്പാ, കണ്ണപ്പോ, കണ്ണപ്പാ, കണ്ണപ്പാ, ഡാ ഛേ, ഇവനെവിടെയാ ഒളിച്ചിരിക്കുകയാണ്? എടാ കണ്ണപ്പാ, എവിടെ പോയി? കണ്ണപ്പോ, കണ്ണപ്പാ, കണ്ണപ്പാ. വാടാ, വാടാ, പോവാം. എടാ, വാടാ. കണ്ടോ, പറയുന്ന കേക്കടാ, ഇങ്ങോട്ട് വാടാ. എല്ലാ സംഭവമേ കാര്യം പറ. അവിടെ എങ്ങും ആരുമില്ല, അച്ഛാ, വരാൻ പറഞ്ഞാ വന്നാ മതി. കണ്ണപ്പനെ കണ്ടോ നിങ്ങള്? എടാ, ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ട്. കണ്ടോന്ന്? ഫസ്റ്റ് ടീമുകളാ രണ്ടും. അപ്പൊ ഞാനില്ലാതെ പോകാനാണോ പരിപാടി? എന്റെ കണ്ണ എന്ത് വിളിച്ചു. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ ബാത്റൂമിലാണ്. ആദ്യ ബാഗിങ് എല്ലാം ഓക്കേ. പറഞ്ഞ കാശൊക്കെ കിട്ടിയോ? ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. എടാ ഞാനൊരു കാഴ്ച കണ്ടു. മിണ്ടരുത്. വാടാ ഇങ്ങോട്ട്. എടാ, എടാ, വാടാ ഇങ്ങോട്ട്. വരാൻ പറയുമ്പോ പോകും നോക്കിയോണ്ട്. ഇത് എന്നതാന്നേ? കാശ് മൊത്തം ഉണ്ടെന്ന് നോക്കണ്ടേ? ആവശ്യം ഞാൻ അന്നേരം പറഞ്ഞതാ. പോയി വണ്ടിയൊക്കെ കയറാ. 10 വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. ഇനി എന്നതാടാ? ഇതല്ലേ അച്ഛൻ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ പറയാം. അതെ, ഒരല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ഡാ ഇതൊന്നും ശരിയല്ല. നീ വന്ന് വണ്ടിയെ കയറ്. ശരിയും തെറ്റുമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. പോകാൻ പറഞ്ഞ പോകുക. ഈ കാശ് വീട്ടിലെത്തിച്ചേക്കണം. ഡാ കണ്ണപ്പാ, ഡാ കണ്ണപ്പാ, ഡാ. എടാ എനിക്കൊരു മെസ്സേജ് വന്നേ, നീ ഇതൊന്ന് കേട്ടടാ. നിങ്ങൾ ചങ്കൂറ്റമുള്ള ഒരാളാണ് എങ്കിൽ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ നിങ്ങൾ യോഗ്യരാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞങ്ങൾ പറയുന്ന ഒരു വീട്ടിൽ ഒരു രാത്രി അന്തി ഉറങ്ങണം. ഇതിൽ നിങ്ങൾ വിജയിച്ചാൽ 1,00,000 രൂപ നിങ്ങൾക്ക് സ്വന്തം. താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് വോയിസ് ഇടുക. അതോടുകൂടി നിങ്ങൾ ഈ മത്സരത്തിൽ മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞു. ഇത് വല്ല ഉടായ്പാണോടെ? ആ ആർക്കറിയാം. എന്താണല്ലോ ഏസ് കൊടുക്കുക അല്ലേ? ആ കൊടു. യെസ് യെസ് യെസ്.